ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ തക്കവിധം കാത്തിരിപ്പിൻ്റെ നാളുകളായി ഈ ദിവസങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്ത ജഡവ്യാപാരങ്ങളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതിന് ഗലാത്യ 5:18 മുതലുള്ള വേദഭാഗത്ത് ജഡവ്യാപാരങ്ങളെക്കുറിച്ച് നാം കാണുന്നുണ്ട്. അതിൽ ഏകദേശം 10-13 വ്യാപാരങ്ങളാണ്, ജഡീക ചിന്തകളാണ്, ജഡീക സ്വഭാവങ്ങളാണ് നാം കാണുന്നത്. അത് ഒന്ന് വ്യഭിചാരം, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, കലഹം, അസൂയ, വിദ്വേഷം, വെറുപ്പ്, കോപം, മത്സരം, ഭിന്നത, മദ്യപാനം, ഇവയ്ക്ക് സദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണെന്ന് പറഞ്ഞാണ് ആ ഒരു ഭാഗം അവസാനിക്കുക. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം, ആനന്ദം, സമാധാനം തുടങ്ങി 9 ഫലങ്ങളെക്കുറിച്ച് അടിവരയിട്ട് ആത്മസംയമനം ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങളും ജഡത്തിൻ്റെ വ്യാപാരങ്ങളും തമ്മിൽ നമ്മളൊന്ന് അളന്നു നോക്കിയാൽ, ഒരു മെഷർമെൻറ്റ് നോക്കി കഴിഞ്ഞാൽ 13 ജഡീക വ്യാപാരങ്ങളും പ്ലസ് എക്സെട്രയാണ്. ഇവയ്ക്ക് സദൃശ്യമായതുമാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ 9 എണ്ണം മാത്രമാണ്. അതിന് കറക്റ്റാണ്. അതിനപ്പുറത്തേക്ക് ഒരു ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുമില്ല. അപ്പോൾ നമ്മൾ നന്നായി അധ്വാനിക്കണം, നന്നായി പ്രയത്നിക്കണം, നന്നായി കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ് ജഡവ്യാപാരങ്ങളെ ഹനിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ വെതയും കൊയ്ത്തും നമുക്ക് പരിചിതമായ 2 പദങ്ങളാണ്. ദൈവമക്കളെ, ജഡത്തിൽ നിന്ന് ജഡം വിതച്ച് ജഡത്തിൽ നിന്ന് ജഡം കൊയ്തെടുക്കുന്ന 2025 എന്ന് പറയുന്ന ആധുനിക പോസ്റ്റ് മോഡേൺ യുഗത്തിലാണ് നാം ജീവിക്കുക. എന്നാൽ ആത്മാവിൽ നിന്ന് ഫലങ്ങൾ വിതച്ച് അനേക ആത്മാക്കളെ നേടുവാൻ തക്ക വിധമുള്ള കൃപാവരങ്ങൾ കൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ സുവിശേഷവാഹകരാകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ, ഈ കാത്തിരിപ്പിൻ്റെ നാളുകൾ പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുന്നത് ജഡവ്യാപാരങ്ങളെ ഹനിക്കുവാനുള്ള പുതിയ കൃപാവരങ്ങൾ കൊണ്ട് നിറയുവാൻ തക്ക വിധം അക്ഷീണം രാപകൽ അധ്വാനിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ആയതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതിന് തക്കവിധം പരിശുദ്ധാത്മാവ് പുതിയ കൃപകളും ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.